അപ്പോൾ പ്രകൃതി സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാടിനെയും പ്രകൃതിയെയും സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് നമ്മെയും നമ്മുടെ സഹജീവികളെയും സ്നേഹിക്കാൻ കഴിയുന്നത്. അതിനെനിക്ക് നീന്താൻ അറിയാലോ. അങ്ങനെ പിന്നെ നീന്തണ്ട. ഓ പേടിത്തണ്ട. കുട്ടികളെ, സ്വാഭാവിക വനങ്ങളുടെ ചെറു മാതൃകകളായ കാവുകൾ ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ്. അവ അനേകം സസ്യലതാദികൾക്കും ജന്തുക്കൾക്കും സൂക്ഷ്മജീവികൾക്കും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ നൽകി പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നുണ്ട്. ഔഷധ സസ്യങ്ങളുടെ കലവറയായ ഇവ ജലസമ്പത്തും ഓക്സിജനും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആടൊന്നുമില്ല, ഒരു രക്ഷയുമില്ല. എവിടെയില്ല. ഞാൻ പറഞ്ഞില്ലേ, വാ കുളിച്ച് കേർട്ടോൻ. ഒളിച്ച് കളിക്കാതെ വാടാ. ശരിക്കും നീന്താൻ അറിയോടോ? ഈ കാട്ടിൽ ആരെയും വിളിച്ചിട്ട് കാര്യമില്ല. റേഞ്ചില്ല, വേഗം വാ. ഹലോ അമ്മേ. അത് ആന്റി, ഞാൻ സൂര്യ. ഞങ്ങള് കാവില് പോയപ്പോ അത് പിന്നെ കട്ടായി. വാ, നമുക്ക് റോഡിലോട്ട് പോവാം. ഇവിടെ കാട്ടുപോത്തുണ്ടെന്ന് ഒരുത്തർ പറഞ്ഞേ. അയ്യോ, എനിക്ക് പേടിയാന്ന്. അതോ അത് നാടൻ പോത്താടാ. വാടാ. ഇനി പൊഴന്ന് വിളിച്ചിനാ? ഇല്ല. ഇന്നെവിടെയാ പോയേ? ഇവനെ കണ്ടപ്പോ എനിക്ക് ഓർപ്പേനെ എന്തെങ്കിലും ഒപ്പിക്കൊന്ന്. ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെവിടെയാ പോയേ? പറയണതുണ്ടപ്പാ. ഞാൻ പറയാം. ഓന് ഭയങ്കര ധൈര്യല്ലേ, പിന്നെങ്ങനെ പറയാ? ഹലോ അമ്മേ. ആ മോളെ, പോലീസിൽ അറിയിച്ചിട്ടുണ്ടേ. അയ്യോ അച്ഛാ, ഓനെ കണ്ടോ? ശരി ശരി, മക്കള് പേടിക്കണ്ട കേട്ടോ. അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസ് പോരും, ഞാൻ പോന്ന. ആകെ കൊളാക്കി. ഇന്ന് എന്റെ ബാഗ്. നിങ്ങൾക്കൊരു കാര്യം കാണിക്കാനുണ്ട്. ആടെ നോക്ക്. എന്ത്? വാ, നിക്ക്. ഇത് ഞങ്ങളുടെ അബി. ഭയങ്കര പുകവലിയും മദ്യപാനവും കൊണ്ടാ അബിന്റെ അച്ഛൻ മരിച്ചത്. അച്ഛന്റെ സ്വഭാവം കൊണ്ട് അമ്മക്ക് സൂക്കടായി. അങ്ങനെ സ്കൂളിൽ പോകാതെ ജോലിക്ക് പോകുന്ന അബി ഞങ്ങൾ കൂടെ കൂട്ടി. ഇനി ഒരു കൊച്ചു വീട് വേണം. നിങ്ങളെല്ലാരും സഹായിക്കൂലേ? പിന്നെ വീട്ടിൽ പറയാതെ ഞങ്ങൾ ഇനി എങ്ങും പോകില്ല.